Okay, so hi, my name is Aleena George, and I'm an OET trainer from Jeremiah International Academy. So today we'll deal with the criteria of writing subtest. Okay, before that, see, we all need to know or നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഒ ഇ ടി റൈറ്റിംഗ് സബ്ടെസ്റ്റിൻ്റെ ക്രൈറ്റീരിയനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മജോറിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ദേ വിൽ ബി റിയലി കോൺഫിഡൻറ്റ് ഇൻ റൈറ്റിംഗ് സബ്ടെസ്റ്റ്. പക്ഷേ അത് എൻഡ് ഓഫ് ദ റിസൾട്ട്സ് അവർക്ക് അത്ര നല്ല അവർ വിചാരിക്കുന്ന അത്രയും സ്കോർ ചെയ്യാൻ പറ്റി കാണത്തില്ല. ദാറ്റ് ഈസ് വൈ ബിക്കോസ് എന്താണ് അവർക്കറിയില്ല എന്തിൻ്റെ ബേസിലാണ് നമ്മുടെ എക്സാമിനേഴ്സ് അവരുടെ പേപ്പേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും റൈറ്റിംഗ് സബ്ടെസ്റ്റിൽ. സോ ടുഡേ വിൽ ഡീൽ വിത്ത് ദ ക്രൈറ്റീരിയാസ് ഓഫ് അവർ റൈറ്റിംഗ് സബ്ടെസ്റ്റ്. സോ ബേസിക്കലി there are 6 criteria for our writing, and that the first one is purpose, second one is content, third is conciseness and clarity, and fourth is genre and style, fifth one is organization and layout, and sixth one is language. Okay, so നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും എന്തൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെറ്ററിനെ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പർപ്പസ് ക്രൈറ്റീരിയ ആണ്. ഈ പർപ്പസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദിസ് പർപ്പസ് ഓഫ് ദി ഡോക്യുമെൻറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ് ആൻഡ് സഫിഷ്യൻ്റ്ലി എക്സ്പാൻഡ് ആസ് റിക്വയർഡ്. നമ്മൾ കൊടുക്കുന്ന പർപ്പസ് എപ്പോഴും ഇമ്മീഡിയറ്റ്ലി അപ്പാരൻ്റ് ആയിരിക്കണം, തന്നെയല്ല എന്തായിരിക്കണം, സഫിഷ്യൻ്റ്ലി എക്സ്പാൻഡ് ആസ് റിക്വയർഡ്. നമ്മൾ കൊടുക്കുന്ന പർപ്പസിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓൾ റൈറ്റ്, ഇതിനകത്ത് എളുപ്പമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു പർപ്പസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീഡറിന് മനസ്സിലാകണം നമ്മൾ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതായത് നമ്മുടെ റീഡറിന് മനസ്സിലാവണം നമ്മൾ എന്താണ് അവരുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് കെയർ ദാറ്റ് അവർ പേഷ്യൻ്റ് റിയലി റിക്വയേഴ്സ്. അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ ദിസ് പർപ്പസ് വിൽ റിയലി അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിങ്സ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പർപ്പസിൽ കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസ് will really help the reader to get a quick and precise sense of what is asked of them. അല്ലേ, നമ്മൾ കൊടുക്കുന്ന ആ പർപ്പസ് എന്നാണ് ക്ലിയർ ആയിട്ട് നമ്മുടെ റീഡറിന് മനസ്സിലാവണം എന്തുവാണ് നമ്മൾ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത്. ഓക്കെ, യെസ്. So due to the time limit, the reader wants to understand the purpose behind the letter very quickly and effectively or efficiently. ഓക്കെ, അതായത് നമുക്കൊരു ഒത്തിരി സമയമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മൾ. അപ്പം നമുക്ക് അത്ര ആ ലെറ്റർ വായിച്ചാൽ പഠിച്ചെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം സോ ഡ്യൂ ടു ദ ടൈം ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആ റീഡറിന് ഒറ്റ വായന തന്നെ മനസ്സിലാകണം, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പ്രോപ്പർ ഐഡിയ കിട്ടണം. ഓക്കെ, ഓൾ റൈറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് ദ റൈറ്റിംഗ് ഷുഡ് ബി എയർലി ഇൻ ദ ഡോക്യുമെൻറ്റ് ആൻഡ് ദെൻ എയർലി എക്സ്പാൻഡ് ഓൺ ലെറ്റർ. ഓക്കെ, നമ്മുടെ മെയിൻ തിങ് നമ്മൾ നമ്മുടെ പർപ്പസിൽ ഉൾപ്പെടുത്തുന്നു, ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്ന ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾ റൈറ്റ്, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ദ പർപ്പസ് ഷുഡ് ഓൾസോ ബി carried throughout rest of the document. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ പർപ്പസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള കോണ്ടൻസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ലെറ്ററിൽ എന്ത് ചെയ്യണം, നമ്മുടെ പർപ്പസിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ജസ്റ്റ് ഇൻക്ലൂഡ് റെഫറൽ ഓർ ട്രാൻസ്ഫർ അറ്റ് ദ ബിഗിനിങ് ആസ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ, ബിക്കോസ് ദിസ് ഡസ് നോട്ട് ടെൽ ദ റീഡർ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ റൈറ്റർ വിത്ത് റിഗാർഡ് ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും നമ്മുടെ റൈറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ പർപ്പസ് ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഐ എം റൈറ്റിംഗ് ടു റെഫർ, ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ, അങ്ങനെ ഓരോ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഈ 2 വേർഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഐ എം റൈറ്റിംഗ് ടു റെഫർ അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ എന്ന് കൊടുത്തത് കൊണ്ട് മാത്രം ഇതിനോടൊക്കെ എക്സാക്ട്ലി മനസ്സിലാകണമെന്നില്ല റൈറ്റർ എന്താണ് പേഷ്യൻറ്റിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഫുൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് അവിടെയുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതായത് ഇവിടെ ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ജോസഫ് സാമുവൽ ഹു ഹാസ് ഹെഡ് ഏക്ക്. ഹി റിക്വയേഴ്സ്
ഫർദർ അസിസ്റ്റൻസ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫർദർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു റെഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒന്ന് മാത്രം കൊടുത്തുകൊണ്ട് റീഡർക്ക് മനസ്സിലാവുമോ പേഷ്യൻ്റ് എന്താണ് പ്രശ്നമെന്ന്? ഇല്ല. അവിടെ പേഷ്യൻ്റ് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവണം, തന്നെയല്ല പുള്ളിക്കാരൻ എന്തുമാണ് ആവശ്യം അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ത് നീഡാണ് നമ്മുടെ റീഡറിൻ്റെ അടുത്ത് വേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. ആൻഡ് ദെൻ യുവർ ലെറ്റർ നീഡ്സ് ടു ഇൻഡിക്കേറ്റ് ക്ലിയർലി വൈ ദ പേഷ്യൻ്റ് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ഓർ റെഫേർഡ്. തന്നെയല്ല നമ്മുടെ ലെറ്റർ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. സോ ഐ വിൽ ഷെയർ സം ടിപ്സ് സോ ദാറ്റ് യു ക്യാൻ അച്ചീവ് എ ഹൈ സ്കോർ ഇൻ ദിസ് ക്രൈറ്റീരിയ. So first thing is, read the case note carefully to get a sense of why you need to refer or transfer the patient to the reader. നമുക്ക് എന്തായിരിക്കണം, ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനാണ് ആ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തിനാണ് ആ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത്, ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഇൻഡിക്കേറ്റ് ദ പർപ്പസ് ഓഫ് ദ റൈറ്റിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ ലെറ്റർ സോ യുവർ റീഡർ ഡസ് നോട്ട് നീഡ് ടു സ്പെൻഡ് ടൈം സെർച്ചിങ് ഫോർ ദ പർപ്പസ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ ആ മെയിൻ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ പർപ്പസ് തന്നെ ഇടുക. ലൈക്ക് ദ മെയിൻ മെഡിക്കൽ റീസൺ ഓർ ദ പേഷ്യൻ്റ് റിക്വയർമെൻറ്റ് ആൻഡ് ദ പേഷ്യൻ്റ് നെയിം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ ആ നമ്മുടെ OET ലെറ്ററിൻ്റെ ബിഗിനിങ് തന്നെ പ്ലേസ് ചെയ്യുക. സോ ഒരിക്കലും നമ്മുടെ റീഡറിന് നമ്മുടെ എൻറ്റയർ ലെറ്റർ വായിക്കേണ്ട ആവശ്യം വരില്ല. അത് എന്താണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എന്ത് റിക്വയർമെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് use relevant case note to elaborate on and support the purpose of your letter. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള കേസ് നോട്ട്സ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ലെറ്ററിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾ റൈറ്റ്, സോ ദിസ് ഈസ് വിത്ത് ദ പർപ്പസ് ക്രൈറ്റീരിയോൺ. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ ഫോളോയിങ് ദിസ്, നമുക്ക് എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം പർപ്പസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു സ്കോർ എ മാർക്ക് ഓഫ് 3. ഓക്കെ, നമ്മുടെ പർപ്പസിന് ബേസിക്കലി നമ്മുടെ ക്രൈറ്റീരിയ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 മാർക്കാണ് പർപ്പസിന് നമ്മുടെ എക്സാമിനേഴ്സ് മാക്സിമം കൊടുക്കുക. ഓക്കെ, 0 to 3 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. So now we'll move to the second criteria, that is the content criteria. So in this content criteria, communicating the required information in the document or the letter is very important because it will be used to perform care functions which would be impact the patients directly. Okay, ഈ കോണ്ടന്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, റീഡർ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കെയറിനെ അത് ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യും. ഓർ ദ കെയർ ദാറ്റ് ദ പേഷ്യൻറ്റ് ഗോൺ റിസീവ് വിൽ ബി അഫക്റ്റഡ്. ഓക്കെ, കാരണം എന്താണ്, നമ്മളിവിടെ പ്രോപ്പർ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ റീഡർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്ത് കെയർ ആണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് കെയർ ആണ് എനിക്ക് വരുന്ന പേഷ്യൻറ്റിന് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള ഐഡിയ അവർക്കുണ്ടാവില്ല. ഓക്കെ, ആൻഡ് ദെൻ സോ ദിസ് ക്രൈറ്റീരിയൻ അസസ് യുവർ എബിലിറ്റി ടു ഇൻക്ലൂഡ് all the relevant information and accuracy of information in your letter. So ഈ content criteria എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്, it will assess the ability to include all the relevant information and accuracy of information to your letter. നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 തരത്തിൽ നമ്മുടെ ഇൻഫർമേഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മോസ്റ്റ് റെലവൻറ്റ് തിങ്, സ്റ്റാൻഡേർഡ് റെലവൻറ്റ് ഓർ സെമി റെലവൻറ്റ് ആൻഡ് നോട്ട് റെലവൻറ്റ് തിങ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ ലെറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ടൈം എടുത്ത് നമ്മളതിനെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദിസ് വിൽ ബി എ റെലവൻറ്റ് തിങ്. അത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് തന്നെ ഹൈ സ്കോർ അച്ചീവ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവ് എ ഗുഡ് അവെയർനെസ് ഓഫ് ദ റീഡർ ഓഫ് ദ ലെറ്റർ. കൺസിഡർ വെദർ your reader is aware of the patient care and which is necessary for them to know for continued care in this case. ഓക്കെ, അതായത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആർക്കാണോ എഴുതുന്നത് ആ റീഡറിനെ പറ്റി ഒരു കംപ്ലീറ്റ് അവെയർനെസ് ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ ദെൻ നമ്മൾ പറയേണ്ടത് വിച്ച് ഇസ് നെസറി ഫോർ ദെം ടു നോ ഫോർ ദ കണ്ടിന്യൂഡ് കെയർ ആൻഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻ്റെ കണ്ടിന്യൂഡ് കെയർ ആൻഡ് മാനേജ്മെൻറ്റിന് വേണം എന്നുള്ള ഒരു ഐഡിയയും ഈ ഒരു ക്രൈറ്റീരിയൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഈ ക്രൈറ്റീരിയൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, second thing is provide the information they need to ensure the recovery and care of the patient. In other words, do not leave any important points which could help the reader to provide an appropriate care to your patient. Okay,
ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കണ്ടൻറ് പാരഗ്രാഫ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ എന്ന്. അപ്പം ഈ നമ്മളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ടത്, നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ റീഡറിന് പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ പേഷ്യൻ്റെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണോ എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ബി ആക്യുറേറ്റ്. നമ്മുടെ കോണ്ടൻറ് ക്രൈറ്റീരിയക്കകത്തുള്ള മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നമ്മൾ ആക്യുറേറ്റ് ആയിരിക്കുക എന്നുള്ളത്. സോ കൺവേ ദി ഇൻഫർമേഷൻ ഫ്രം ദ കേസ് നോട്ട്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലെറ്ററിനെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാം, പാരഫ്രൈസ് ചെയ്യാം, നമുക്ക് സമ്മറൈസ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ആക്യുറേറ്റ് മീനിങ്ങിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൻഡ് ദെൻ what we need to do is avoid making interpretations or giving a diagnosis when it is not given in the case note. അല്ലേ, എപ്പം ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസംഷൻസ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ, ഇത് ഇങ്ങനെ, ഈ ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള പ്രഡിക്ഷൻസും അസംഷൻസും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ ലെറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാരഫ്രൈസ് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അല്ലേ, ഒരു ആക്യുറസിനെ ചേഞ്ച് ചെയ്യാതെ നമുക്ക് നമ്മുടെ ലെറ്ററിനെ പാരഫ്രൈസും ചെയ്യാം, സമ്മറൈസും ചെയ്യാം. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് വാസ് ദ സെക്കൻഡ് ക്രൈറ്റീരിയ, ദാറ്റ് ഇസ് ദ കോണ്ടന്റ് ക്രൈറ്റീരിയ. സോ വിൽ മൂവ് ടു തേർഡ് criteria, that is the conciseness and clarity. So clear and concise communication is essential to the medical workplace because of the time constraints in a healthcare environment. അതായത് നമ്മൾ എന്ത് ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും എന്താണ് ഉറപ്പ് വരുത്തേണ്ടത്, അത് ക്ലിയർ ആണ്, കോൺസൈസ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസി എൻവയോൺമെൻ്റ് ആണ്. അപ്പം നമുക്ക് എന്താണ് ഒത്തിരിയും ടൈം ഒന്നും കിട്ടത്തില്ല എല്ലാം വായിച്ച് മനസ്സിലാക്കി അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, അല്ലേ. സോ ക്ലാരിറ്റി ആൻഡ് കോൺസൈസ്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻ ദിസ് ക്രൈറ്റീരിയ assess your ability to convey information efficiently and recognize irrelevant information. സോ ഈ ക്രൈറ്റീരിയ എന്താണ് അസസ് ചെയ്യുന്നത്, നിങ്ങളുടെ എബിലിറ്റി, എന്തിനുള്ള എബിലിറ്റിയാണ്, ഒരു ഇൻഫർമേഷനെ എഫിഷ്യൻ്റ്ലി പ്രസൻറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ റെലവൻറ്റ് ഏതാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഈ ക്രൈറ്റീരിയ അസസ് ചെയ്യുന്നത്. Then remember that OET task is not contain a lot of information, not all which may be necessary for a reader to know because it is not relevant to their role in patient's care or because they may be aware of it already. അല്ലേ, നമുക്ക് ലെറ്റർ എഴുതുമ്പോൾ വരാറുണ്ടല്ലേ, ഒരു നോൺ കേസ്, ഒരു നോൺ കേസ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കേസ് നമുക്ക് നോൺ കേസ് ആണോ അല്ലെങ്കിൽ നോൺ കേസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ OET കേസ് നോട്ട്സിനകത്ത് ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് അവർ കൊടുക്കും, അല്ലേ, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യണം, വെദർ ഇറ്റ് ഈസ് എ റെലവൻറ്റ് ഓർ ഇറലവൻറ്റ് തിങ് എന്ന് നമ്മളതിനെ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്ര അത്യാവശ്യം എന്ന് പറയുന്നത്, മേ ബി നമ്മുടെ റീഡർ മേ ബി ഓൾറെഡി അവെയർ ആയിരിക്കും പേഷ്യൻറ്റിനെ പറ്റി. രണ്ടാമത്തെ കാര്യം എന്താണ്, എല്ലാം എന്തായിരിക്കത്തില്ല, എല്ലാ ഇൻഫർമേഷൻസിനും അവരുടെ റോളുമായിട്ട് ഫിറ്റായി പോകുന്നതായിരിക്കത്തില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു കോൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. സോ യു വുഡൻറ്റ് റൈറ്റ് എക്സ്റ്റെൻസീവ്ലി അബൌട്ട് എ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ഇഫ് യു ആർ റൈറ്റിംഗ് ടു ഹിസ് GP ബിക്കോസ് ദേ വുഡ് ഓൾറെഡി നോ ദ ഡീറ്റെയിൽ. അല്ലേ, എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നോൺ കേസ് എഴുതുകയാണ്. ആ നോൺ കേസിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവിടെ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററികളോ ഫാമിലി ഹിസ്റ്ററീസോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കത്തില്ല, അല്ലേ. കാരണം എന്താണ്, അത് ഇറലവൻ്റ് ആയി പോകും. അവിടെ ഓൾറെഡി ദ GP നോസ് റിഗാർഡിങ് ദ പേഷ്യൻറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഈ ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് എങ്ങനെ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലേ ഔട്ട് ഇറലവൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് വുഡ് ഡിസ്ട്രാക്ട് യുവർ റീഡർ ഫ്രം ദ മെയിൻ പോയിൻറ്റ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഇറലവൻറ്റ് പോയിൻറ്റ്സിനെയും നമ്മൾ ഒഴിവാക്കണം. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ റീഡർക്ക് അതൊരു നമ്മളെ റീഡറിനെ ഡിസ്ട്രാക്ട് ചെയ്യാണ്ടിരിക്കത്തുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ കൺവേയിങ് ദി ഇൻഫർമേഷൻ ഇൻ എ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ പോസിബിൾ. ഒരു എന്താ പറയുക, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, നമ്മുടെ ഇൻഫർമേഷൻസിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം.
Next thing is summarize information from the case note when necessary. And the last one is avoid explaining key informations in a complicated manner. So this is with our third criteria, that is conciseness and clarity. Okay, so now we'll move to the fourth criteria, that is a genre and style. So written documents in a healthcare setting are formal, professional and factual. They never contain personal judgments or opinion. So whenever you are writing a letter, make sure that your letter is formal, professional and factual. Moreover, you're not supposed to use any kind of personal judgment or opinion in your letter. So to achieve a higher score in this criterion, you should maintain a polite, formal tone. And second thing is avoid adding your own judgment and feeling about the care. Okay, so the third one is use medical terms appropriately, always considering how familiar your reader would be with all the medical abbreviations and terms. And then if you are writing to a professional in the same discipline, then it is appropriate to use specialist medical terms and abbreviations. If your reader is from another discipline entirely, then you may need to explain the terms and avoid സ്പെഷ്യലിസ്റ്റ് അബ്രിവിയേഷൻസ്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആൻഡ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ റീഡർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സർജറി ORIF സർജറി നടന്നു, നമ്മൾ സോഷ്യൽ വർക്കറിനോട് സിംപ്ലി നമ്മൾ ORIF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവർക്കത് മനസ്സിലായി കാണത്തില്ല. കാരണം അവരുടെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിക്കൽ ടേംസും കാര്യങ്ങളും അവരുടെ പ്രൊഫഷനിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. All right. So whenever you are using any specialist medical terms or abbreviations, make sure that your reader is in the same discipline too. And then avoid misuse or overuse of technical jargon and abbreviations. Provide simple explanations if writing to a layperson like caregiver, social worker, etc. So ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് നമ്മുടെ പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള കെയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് മാത്രമേ നമ്മൾ ലെറ്ററിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. So now we'll move to the fifth criteria, that is organization and layout. Organization help keep the communication clear and easy to read. You need to organize your letter in a way that helps the reader to find important information as quickly as possible. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ quickly as possible, like the reader should be able to understand the thing quickly as possible. പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. So to achieve a higher score in this criterion, you can follow these points. Logically divide the informations into paragraph. However, avoid relying on a template or pre-divided format for this. Okay, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു pre-divided ആയിട്ടുള്ള ഫോമാറ്റ് നമ്മൾ റിലേ ചെയ്ത് നിൽക്കാൻ പാടില്ല. And then order information in a way that and the most suitable for your reader. Okay, റീഡറിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ ഫസ്റ്റ് ഓർഗനൈസ് ചെയ്യുക. ആൻഡ് ദെൻ നമുക്ക് എന്ത് പറയാം, സെയിം വേ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ദെൻ സെമി റെലവൻറ്റ്, ദെൻ ഇറെലവൻറ്റ്, അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ ഹൈലൈറ്റ് ഇൻഫർമേഷൻ ദാറ്റ് യു തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ റീഡർ ടു നോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റീഡറിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന പോയിൻറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വേണം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രസൻറ്റ് യുവർ ലെറ്റർ ഇൻ എൻ അപ്രോപ്രിയേറ്റ് ലേഔട്ട്. ഒരു പ്രോപ്പറായിട്ട് ലേഔട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. There is a variety of accepted letter formats used by healthcare professionals in different local contexts. So you do not need to use a particular format in OET writing subtest. Just try to ensure that your letter your letter is laid out well and meets the need of the particular task. Okay, അതായത് നമുക്ക് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിൽ ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക്കൽ കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ലെറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും ഓർത്താകുമ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടാസ്കിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ലെറ്ററിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ now we will move to the last and sixth criteria, that is language.
So, using accurate language in workplace communication is very important because it prevents misunderstanding and helps the reader to early understand your message. അതായത് നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ് കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി തന്നെയല്ല നമ്മുടെ മെസ്സേജസിനെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു വേയും കൂടിയാണ് ഈ പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. The OET assessors will gauge whether you have used grammar, vocabulary, sentence structure, spelling and punctuations accurately enough to get your point across effectively to your reader. ഒന്നുമില്ല, സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ലെറ്ററിനെ ഫോം ചെയ്യുന്നു, ലൈക്ക് പ്രോപ്പറായിട്ട് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല വൊക്കാബുലറി ആണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഓക്കെ, പങ്ക്ച്വേഷൻസ് ഒക്കെ ആക്യുറേറ്റ്ലി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലാംഗ്വേജ് ക്രൈറ്റീരിയയിൽ മെയിനായിട്ട് അവർ നോക്കുന്നത്. സോ ഇഫ് യു നീഡ് ടു ഹാവ് എ ഹൈ സ്കോർ ഇൻ ദിസ് യു ഷുഡ് ഫോളോ ദീസ് പോയിൻറ്റ്സ്. യൂസ് അപ്രോപ്രിയേറ്റ് വൊക്കാബുലറീസ് ടു ദ കോണ്ടെക്സ്റ്റ് ഓഫ് യുവർ task. So if you need high score on this criteria, then you need to follow these points. എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള വൊക്കാബുലറീസ് ഒക്കെ യൂസ് ചെയ്യുക. സെക്കൻഡ് തിങ് ഇസ് ensure that the language you are using serves the purpose of communicating your message. Avoid using complicated sentences, grammar or linking words just to show that you know them. ഓക്കെ, നമ്മൾ ചിലരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കണക്റ്റീവ് വേർഡ്സ് ഒക്കെ ആവശ്യമില്ലാണ്ട് ഉപയോഗിച്ച് കളയും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യണം. അതായത് ജസ്റ്റ് എനിക്ക് ഈ സാധനം ഈ ഹവർ എന്നുള്ളൊരു പർട്ടിക്കുലർ കണക്റ്റീവ് എനിക്കിതിനെ യൂസ് ചെയ്യാൻ അറിയാമെന്ന് കാണിക്കുന്നതിന് പകരം നമ്മളത് അപ്രോപ്രിയേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, തന്നെയല്ല നമ്മുടെ പർപ്പസിനെ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ അവോയ്ഡ് കോമൺ സ്പെല്ലിംഗ് എറേഴ്സ്. അല്ലേ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേപ്പർ വാലുവേറ്റ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവർ ചെക്ക് ചെയ്യും. സോ കോമൺ ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ മേക്ക് ഷുവർ നിങ്ങളിതൊക്കെ നിങ്ങളുടെ പ്രൂഫ് റീഡിങ്ങിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. സെക്കൻഡ് തിങ് ഈസ് മെയിൻറ്റെയിൻ വൺ സ്പെല്ലിംഗ് കൺവെൻഷൻ. ഓക്കെ, നമുക്ക് രണ്ട് ലാംഗ്വേജ് ആക്സെൻ്റ് ആണുള്ളത്, ഒന്ന് US അല്ലെങ്കിൽ ബ്രിട്ടീഷ്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലേക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പങ്ക്ച്വേറ്റ് സെൻറ്റൻസ് ക്ലിയർലി, അതായത് കോമയുടെ അടുത്ത് കോമ ഇടുക, ഫുൾ സ്റ്റോപ്പിൻ്റെ അടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുക, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇട്ടിരിക്കണം. ദെൻ യൂസ് ലാസ്റ്റ് 5 minutes ടു ചെക്ക് യുവർ വേർഡ്സ് ആൻഡ് കറക്റ്റ് എനി എറേഴ്സ് യു നോട്ടീസ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു പ്രൂഫ് റീഡ് ചെയ്യുന്ന കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ. അപ്പം ലാസ്റ്റുള്ളൊരു പ്രൂഫ് റീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിലൂടെ കുറേ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പീപ്പിൾ ആർ മേക്കിംഗ് എനി ജെൻഡർ ചേഞ്ച് നിങ്ങൾക്ക് അത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പങ്ക്ച്വേഷൻസ് മിസ്സാകുന്നുണ്ടോ അത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലുള്ള കോമൺ എറേഴ്സ് നമുക്ക് നമ്മുടെ ഈ പ്രൂഫ് റീഡിങ് കൂടെ എൻഷുർ ചെയ്യാൻ പറ്റും. Alright, so this all are with our criteria and I hope that you people really understood my points. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Alright, so thank you.